ഇതെല്ലാരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ച് വന്നേക്കാണ്. എനിക്കൊന്ന് ഈ ചോദ്യം എഴുതി കൊടുത്ത ആൾ ഇവിടെ ഇരിപ്പുണ്ടാവും അല്ലേ? എണീറ്റ് നിന്ന് ചോദിക്കാനുള്ള ഒരു പേടിയായിരിക്കും മിക്കവാറും. കുഴപ്പമില്ല, ചെറുപ്പത്തിൽ എനിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു പ്രശ്നം. അതുകൊണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു വെൽ പ്ലാൻഡ് സ്റ്റഡിയോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതും എഴുതുന്നതും ഒക്കെ. സോ അങ്ങനെ ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു പഠന രീതിയൊന്നുമില്ല. എനിക്കൊന്ന് ചെറുപ്പം തൊട്ടേ പഠന രീതി ഉണ്ടാക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ സാർ? വളരെ സാറ് പറഞ്ഞ പോലെ നഴ്സറിക്ക് മന്ദബുദ്ധിയായി പോകും. അപ്പൊ സാറ് പറഞ്ഞില്ലേ, നഴ്സറിക്ക് എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക്, പിന്നെ അത് കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ 1ാം റാങ്ക്. അതൊന്നും ശരിക്കും ആവശ്യമില്ല. ശരിക്കും പഠിക്കേണ്ടതും ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ളതുമായ പരീക്ഷകൾക്ക് മാത്രം സ്കോർ ചെയ്താൽ മതി. ബാക്കി സമയത്ത് എനിക്കൊന്ന് പഠിച്ചൊരു ചെറിയൊരു ശീലമൊക്കെ വേണം. അല്ലാതെ പെട്ടെന്നൊരു ദിവസം എല്ലാം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. അതല്ലാതെ എഴുതുന്ന എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് റാങ്കും ക്ലാസ് ടോപ്പറും അങ്ങനെയൊക്കെ ആയ ഒരാൾ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ തീർച്ചയായും ജീവിതത്തിലൊരു മന്ദബുദ്ധി ആയിപ്പോവും. സ്കൂളിൽ ചിലപ്പോൾ ടോപ്പർ ആയിരിക്കാം. ടീച്ചർമാരൊക്കെ ഈ പറഞ്ഞ പോലെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തുകയും ഡെയിലി ക്ലാസ്സിൽ പേര് വിളിച്ചു പറയും, എല്ലാ ആൻസറും ക്വസ്റ്റ്യൻ ചോദിച്ചാടനെ കൈവെക്കും. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്നതിൽ നിന്നും കുറച്ചു നേരം പഠിത്തം ഒഴിവാക്കി സാറ് പറഞ്ഞ പോലെ TV കാണുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് കളിക്കാൻ പോവുക, അതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല പണ്ടത്തെ പോലെ ആരും പുറത്തു പോയി പിള്ളേർ ഒരുമിച്ച് ക്രിക്കറ്റ്, സിറ്റിയിലൊക്കെ വളരെ കുറവാണ് ക്രിക്കറ്റ് കളിയൊക്കെ. എല്ലാവരും ഇതർ TV അല്ലെങ്കിൽ പഠിത്തം. സാറൊക്കെ നേരത്തെ പറഞ്ഞു ട്യൂഷൻ ഒഴിഞ്ഞ സമയം വേണ്ടേ കളിക്കാനും TV കാണാനും ഒക്കെ. സോ അത് എനിക്ക് തോന്നുന്നു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് സൃഷ്ടിക്കുന്നത്. കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ലീഷർ ആക്ടിവിറ്റീസ്, എന്താ പറയാ, ഹോബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ്, അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാവാം ഒരു പക്ഷേ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു സ്റ്റഡി പാറ്റേൺ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. Thank you, Dr. Sriram. സാറിനെ ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. I now request Dr. Albie John Verghese to share his thoughts with the audience.